ഹായ്, ഐ ആം നിഷ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് കോട്ടിൻ്റെ സ്റ്റിച്ചിങ് തന്നെയാണ്. അപ്പോൾ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കോളർ വരെയുള്ള പാർട്ട് ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ തയ്ക്കാൻ പോകുന്ന കോളറാണ് ഇനി. അപ്പോൾ കോളർ തയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ സ്റ്റിഫിൽ വെട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കോളറിൻ്റെ ലെങ്ത് എടുക്കണം. അപ്പോൾ കോളറിൻ്റെ ലെങ്ത്ത് നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗം വരെ കറക്റ്റായിട്ട് നിവർത്തി പിടിച്ച് നീളത്തിൽ അളന്നെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 11.75. അപ്പോൾ നമ്മളത് ഒരു പേപ്പർ സ്റ്റിഫിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്, അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബിറ്റ് പീസ് കടന്നത് എടുത്താണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ എടുക്കുമ്പോൾ ഒരു 14 ഇഞ്ച് നീളവും ഒരു 7 ഇഞ്ച് വീതിയുള്ളൊരു 5 ഇഞ്ച് വീതിയുള്ളൊരു ബിറ്റ് കഷ്ണം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ മടക്കിയിട്ടു. അത് മടക്കിയിട്ടിട്ട് ആ മടങ്ങിയ ഭാഗത്തുനിന്ന് ഒരു 6 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്താണ് ചെയ്തത്. അതിനുശേഷം മുകളിലേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 3.5 ഇഞ്ച് വേണമെന്നില്ല, 3 ഇഞ്ച് ആയാലും മതി. പിന്നെ അതിനുശേഷം നമ്മൾ 6 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്ത ഭാഗത്ത് 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഈ 3.5 ഇഞ്ച് എടുത്തത് കഴുത്തിന് നീളമുള്ളവർക്ക് കുറച്ചും കൂടി കോളർ പൊങ്ങിയിരിക്കട്ടെ എന്നിട്ട് 3.5 എടുത്തത് നമുക്ക് 3 ഇഞ്ച് മതിയാവും. അതിനുശേഷം ആ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. സാധാരണ 3 ഇഞ്ച് മതി കേട്ടോ, ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ മുകളിൽ നിന്ന് ഒന്നും കൂടി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ആ കർവായ ഭാഗത്ത്, നമ്മുടെ നെക്ക് പാർട്ടാണ് ഈ കർവായ ഭാഗം വരുന്നത്, നമ്മൾ നെക്കിനോട് ജോയിൻ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ നെക്ക് ഇപ്പോൾ നേരത്തെ എടുത്തത് 11.75, അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഫോൾഡായ ഭാഗത്തുനിന്ന് നമ്മൾ താഴേക്ക് ചരിച്ച് അടയാളപ്പെടുത്തിയ ഭാഗം വരെ ഈ 6-ന് ഒരു പോയിന്റ് മുന്നേ വരെ അളവ് രേഖപ്പെടുത്തുക. അതിൻ്റെ താഴേക്കൊരു ലൈൻ വരയ്ക്കുക. താഴേക്ക് എത്രയാണോ നമ്മൾ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അവിടേക്ക് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ നെക്ക് പാർട്ടാണ് ഈ കർവ് ചെയ്ത ഭാഗം. അത് നമ്മൾ തയ്ക്കുമ്പോൾ മറന്നു പോകരുത്, കാരണം നമുക്ക് കൺഫ്യൂഷൻ വരും ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ. അപ്പോൾ ഈ കർവായ ഭാഗമാണ് നമ്മൾ നെക്കോട്ട് ജോയിൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് കുറച്ച് കഴുത്ത് നീളമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ 3.5 ഇഞ്ച് എടുത്തത്. നമുക്ക് 3 ഇഞ്ച് മതി. അപ്പോൾ കറക്റ്റ് 3 ഇഞ്ചും സൈഡിൽ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 അങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാം. അതിനുശേഷം തുണിയിൽ ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ കർവായ ഭാഗം ഒന്ന് മടക്കി അടിക്കുക. അതിനുശേഷം വേറെ ഒരു അത്രയും തന്നെ നീളവും വീതിയുള്ള ഒരു തുണിയിൽ വെച്ച് നമ്മൾ ആ നേരെയുള്ള ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡിലോട്ടൊന്നും പോകണ്ട കേട്ടോ, ആ നേരെയുള്ള ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെട്ടിക്കളയുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ചുറ്റും സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇട്ടിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് ഇട്ട ശേഷം വേണം വെട്ടിക്കളയാൻ. ഫുള്ള് വെട്ടിക്കളയരുത്, അതിൻ്റെ ഒപ്പം വെച്ച് വെട്ടിക്കളയരുത്. നമ്മൾ കോളർ 2ആക്കി മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മൾ കോട്ടിൻ്റെ പോർഷൻ എടുത്തിട്ട് കോട്ടും ഇതേപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മടക്കി സെൻറ്റർ അടയാളപ്പെടുത്തുക. നമ്മൾ ഈ സെൻറ്റർ അടയാളപ്പെടുത്തുന്നതനുസരിച്ച് വേണം, എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെൻറ്റർ വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അതിനുശേഷം നല്ല വശം മുകളിൽ വരത്തൊക്കെ വേണം കോട്ടിടുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിഫ് വെച്ച് ഒട്ടിക്കാത്ത ആ കോളറിൻ്റെ ഭാഗം വെച്ച് പിൻ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ഫ്രണ്ടിൻ്റെ ആ പോർഷനിൽ കോളറിൻ്റെ ഭാഗം വരുന്നവരെ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട്, ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വേണം അവിടെ, എന്നാലും നമ്മൾ ഇപ്പുറത്തെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പിൻ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ്. എന്നിട്ട് ആ സെൻറ്റർ പോർഷൻ്റെ ഭാഗത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയ ശേഷം ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് സെൻറ്ററിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തുണി വെച്ച് പിൻ ചെയ്യുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്യാവുന്ന ഭാഗമാണ് കോളർ, ബാക്കും ഫ്രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് എങ്ങനെ വന്നാലും നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം, തുണി ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം നമ്മൾ കോളർ മടക്കി പിടിക്കുക. അതിനുശേഷം ആ കാൽ നമ്മൾ 1/2 ഇഞ്ച് നീക്കി ആണല്ലോ സ്റ്റിച്ച് ചെയ്തത്, ആ ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുക. രണ്ട് ഭാഗവും ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചെടുക്കുക. അപ്പോൾ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് ആ വി ഷേപ്പിൽ തന്നെ വരത്തക്ക വേണം തിരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് തിരിച്ച ശേഷം നമ്മൾ ആ മടങ്ങിയ ഭാഗം കർവായ ഭാഗം തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത ശേഷം അവിടെ നിന്നൊരു നേരെ ലൈൻ വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് കർവാണല്ലോ, അപ്പോൾ അതിനേക്കാളും കുറച്ച് മുകളിലോട്ട് കയറ്റി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് നേരെ ഒന്ന് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുറ്റും നെക്കിൻ്റെ ചുറ്റും കോളറിൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കുക. അപ്പോൾ പോയിൻ്റൊക്കെ ഒന്ന് നിവർത്തി ശരിക്കും കറക്റ്റായിട്ട് നിവർത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.